നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃക്കല്യാണം എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ട് മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ് ഉസ്താദെ, ഒന്ന് വിവരിക്കാമോ? ഒരുപാട് ആളുകൾ ചരിത്രത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി നോക്കിക്കാണുന്ന ഒന്നാണ് നബിതങ്ങളുടെ തൃക്കല്യാണം. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പലതും ഉണ്ടെങ്കിലും മറിയം ബീവി, അതുപോലെ തന്നെ ആസിയ ബീവി റളിയല്ലാഹു അൻഹ, കുൽസും റളിയല്ലാഹു തആല അൻഹ, ഈ മൂന്ന് പേരെ സ്വർഗത്തിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നതിനാണ് തൃക്കല്യാണം എന്ന് പറയാം. മൂന്ന് ആളെ ഉദ്ദേശിച്ചുകൊണ്ടാണ്, മൂന്ന് സ്ത്രീകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് തൃക്കല്യാണം എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വർഗത്തിൽ വെച്ച് കല്യാണം നടത്തി കൊടുക്കുന്നതാണ്. വളരെ നല്ല ചോദ്യമാണ് ഇത്. സ്വഹാബത്തിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ തന്നെ നമുക്കൊക്കെ ഇടയിൽ അത് കാണാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ് എന്നൊക്കെ വലിയ വലിയ മഹാന്മാരൊക്കെ ദുആ ചെയ്യലുണ്ട്. പടച്ചോനെ, സ്വർഗത്തിൽ മുത്തറസൂലിൻ്റെ തൃക്കല്യാണം കാണാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. അവിടെ മാലാഖമാരുണ്ടാവും, അതൊരു വലിയ ആഘോഷമായിരിക്കും സ്വർഗത്തിലെ. അപ്പോൾ ആ മൂന്ന് ആളുകളെന്ന് പറയുന്നത് ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ, മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ, പിന്നെ കുൽസും റളിയല്ലാഹു തആല അൻഹ. അവരെക്കുറിച്ച് പറയുന്നത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സഹോദരിയാണ് എന്നാണ്. ഇപ്പോൾ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ഇമ്രാൻ്റെ മകൾ മറിയം ബീവി തന്നെയാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉമ്മ തന്നെയാണ്. പിന്നെ മറ്റൊന്ന് ആസിയ ബീവി, മൂസാ നബി അലൈഹി സ്വലാത്തു പിന്നെ നമ്മുടെ ഫിർഔനിൻ്റെ ഭാര്യയായിരുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംരക്ഷിച്ച, വളർത്തിയ, സ്നേഹിച്ച ആ പ്രിയപ്പെട്ട മഹദിയാണ്. അപ്പോൾ ചരിത്രത്തിൽ വളരെയേറെ സ്ഥാനമുള്ള, വളരെയേറെ പ്രത്യേകതകളുള്ള, വലിയ ശ്രേഷ്ഠതയുള്ള സ്ത്രീകളെ, ആ മൂന്ന് സ്ത്രീകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വർഗത്തിൽ നടത്തി കൊടുക്കുന്ന കല്യാണത്തിൻ്റെ പേരാണ് തൃക്കല്യാണം എന്നത്. അള്ളാഹു അത് കാണാനും ആസ്വദിക്കാനും ഒക്കെയുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് തരട്ടെ. ആമീൻ.